ഹായ്, ഞാൻ നാജിയ. ഞാനിപ്പോൾ +1 സയൻസ് സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ബയോളജി എങ്ങനെയാണ് പഠിക്കുന്നതെന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ബയോളജിയിൽ ബോട്ടണിയാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അത് പഠിക്കുമ്പോൾ എടുത്തൊരു വീഡിയോ ആണിത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ബയോളജി പഠിക്കലെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. സുവോളജിയും ബോട്ടണിയെല്ലാം എങ്ങനെയാണ് ഞാൻ പഠിക്കലെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ പഠിക്കുന്ന രീതിയാണ് ഞാൻ ഇതിൽ പറയുന്നത്. ഒരാളും ഓരോ രീതിക്കാണ് പഠിക്കൽ. അപ്പോൾ ഞാനെങ്ങനെയാണ് പഠിക്കൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ നമുക്ക് +1 ബയോളജിയിൽ ബയോളജി 2 സബ്ജക്റ്റ് ആയിട്ടാണല്ലോ. അപ്പോൾ ബോട്ടണി സുവോളജി ആയിട്ടാണ്. അപ്പം എനിക്ക് കൂടുതലിഷ്ടം സുവോളജിയാണ്. കാരണം അതിൽ നമുക്ക് ഇപ്പോൾ ഹേർട്ടിനെ കുറിച്ചിട്ടും മറ്റുള്ള കുറേ സംഭവങ്ങളെ കുറിച്ചിട്ടൊക്കെ പഠിക്കാനുണ്ട്. കുറച്ചും കൂടി എനിക്ക് ക്യൂരിയോസിറ്റി ആയിട്ട് തോന്നുന്നത് സുവോളജിയാണ്. ബോട്ടണി ആകുമ്പോൾ നമുക്ക് പ്ലാന്റ്സിനും അതിനൊക്കെ കുറിച്ചിട്ടായിരിക്കുമല്ലോ അധികം നമുക്ക് പഠിക്കാനുണ്ടാവാം. അപ്പം എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം സുവോളജിയാണ്. ബോട്ടണി ഇഷ്ടമുള്ളവരുണ്ട്. അപ്പം എനിക്ക് സുവോളജിയാണ് അധികം ഇഷ്ടം. അതുകൊണ്ട് ഞാൻ അധികം എടുത്ത് പഠിക്കാറ് സുവോളജിയാണ്. പക്ഷെ എനിക്ക് ഈ ഒരു ചാപ്റ്റർ ഇന്ന് തീർക്കാനുള്ളതുകൊണ്ട് ഞാനിന്ന് ബോട്ടണിയാണ് എടുത്തിട്ടുള്ളത്. ബോട്ടണിയിൽ മോർഫോളജി ഓഫ് ഫ്ലവറിങ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടല്ലോ. അപ്പോൾ ആ ചാപ്റ്ററാണ് ഞാനിപ്പോൾ പഠിക്കാൻ എടുത്തിട്ടുള്ളത്. അപ്പം ഏത് ചാപ്റ്ററും ഫസ്റ്റ് തുടങ്ങുമ്പോൾ ഞാൻ ക്ലാസ് കണ്ടിട്ട് തന്നെയാണ് ഞാൻ പഠിക്കല്. ഞാൻ ടെക്സ്റ്റ് വായിച്ച് പഠിക്കലല്ല. അപ്പോൾ നീറ്റിനെല്ലാം പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ടെക്സ്റ്റിൻ്റെ ഓരോ ലൈനും നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ലൈനും വായിച്ച് പഠിച്ചാലാണ് നമുക്ക് നീറ്റൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റുക. ഏറ്റവും കൂടുതൽ നമുക്ക് മാർക്കിംഗ് സ്കോർ ഉള്ളതെല്ലാം ബയോളജിയിൽ തന്നെയാണ്. പക്ഷെ നമ്മൾ ബോർഡ് എക്സാമിനായിട്ട് പഠിക്കുമ്പോൾ അതിൽ മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കുറച്ച് പോയിൻറ്റ്സ് എല്ലാം പഠിക്കണം എന്നെങ്കിലും. പക്ഷേ നീറ്റിന് പഠിക്കുന്ന പോലെ മൊത്തത്തിൽ ടെക്സ്റ്റ് ഫുള്ള് വായിച്ചതാക്കണമെന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് എന്താ വെച്ചാൽ ക്ലാസ് കാണും. ക്ലാസ് കാണുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ നോട്ട്സ് ഉണ്ടാക്കി പോകലാണ്. അതായത് ക്ലാസ് ഒരു 2 മണിക്കൂറൊക്കെ ഉണ്ടാവും. ഓരോരോ ചാപ്റ്ററിൻ്റെ അനുസരിച്ചിട്ടായിരിക്കും അതുണ്ടാവുക. അപ്പോൾ 2 മണിക്കൂറിൻ്റെ ക്ലാസ്സൊക്കെ മൊത്തത്തിൽ കണ്ടതിന് ശേഷം പിന്നെ ആ നോട്ട്സ് ഉണ്ടാക്കാന്ന് വെച്ചാൽ അത് ഉണ്ടാക്കലുണ്ടാവില്ല. പിന്നെ എക്സാം സമയത്ത് നമ്മൾ വീണ്ടും ഈ ക്ലാസ് തന്നെ കാണേണ്ടി വരും. പക്ഷെ അങ്ങനെ നോട്ട്സ് ഉണ്ടാക്കി വെക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാമിൻ്റെ സമയത്ത് അതെടുത്ത് ജസ്റ്റ് റിവൈസ് ആക്കിയാൽ മതി. അപ്പോൾ ഞാനെങ്ങനെയാണ് ചെയ്യല്, ഞാൻ ക്ലാസ് കാണുന്നതിൻ്റെ കൂടെ തന്നെ ടീച്ചർ നോട്ട്സ് എഴുതുന്ന കൂടെ തന്നെ ഞാനും അതേപോലെ എഴുതും. എല്ലാം എഴുതുന്നല്ല, മെയിനായിട്ടുള്ള കാര്യങ്ങൾ എഴുതി ഒരു ലെക്ചർ നോട്ട് പോലെ ചെറുതായിട്ട്, ലെക്ചർ നോട്ട് പോലെ എന്നല്ല, കുറച്ച് മെയിനായിട്ടുള്ള സംഭവങ്ങൾ മാത്രം ഞാൻ എഴുതിയെടുക്കും ടീച്ചർ പറയുന്നത്. അങ്ങനെ ഒരു കുഞ്ഞ് നോട്ട്സ് ഉണ്ടാക്കി വെച്ചാൽ ക്ലാസ്സിൻ്റെ കൂടെ തന്നെ ഉണ്ടാക്കി വെച്ചാൽ നമുക്കത് പഠിക്കുകയും ചെയ്യും, നോട്ട്സ് ഉണ്ടാക്കുകയും ചെയ്യും. പിന്നെ നമുക്കത് എക്സാമിൻ്റെ സമയത്ത് നമുക്ക് എടുത്ത് നോക്കുമ്പോൾ അതൊന്ന് റിവൈസ് ചെയ്യാനും പറ്റും. അപ്പോൾ ബയോളജി എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ കേട്ട് പഠിക്കാൻ പറ്റുന്നൊരു സബ്ജക്റ്റാണല്ലോ. അപ്പോൾ കുറേ ഇക്വേഷൻസ് വെച്ചിട്ട് ചെയ്യാനും അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ അധികം. ഇപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി എന്നെല്ലാം പറഞ്ഞെങ്കിൽ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് നോക്കി പിന്നെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമുക്ക് ഓരോ ഇപ്പോൾ എന്തെങ്കിലും ന്യൂമറിക്കലൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ചെയ്ത് പഠിക്കണം. പക്ഷേ ബയോളജീൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ കേട്ട് പഠിക്കുകയാണ് ചെയ്യാം. കേട്ട് പഠിക്കുമ്പോൾ തന്നെ കുറേ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവും. പിന്നെ അത് വെച്ചിട്ടാണ് നമ്മൾ എഴുതുക. അപ്പോൾ ഞാൻ അങ്ങനെയാണ് പഠിക്കൽ. പിന്നെ കുറേ പേര് എഴുതി പഠിക്കുന്നവരുണ്ട്, ടെക്സ്റ്റ് വായിച്ച് പഠിക്കുന്നവരുണ്ട്. ഞാൻ ആ കൂട്ടത്തിലല്ല. ഞാൻ ടെക്സ്റ്റ് വായിച്ച് പഠിക്കുന്ന ഒരാളല്ല. ഞാൻ അധികം ഉണ്ടാക്കിയ നോട്ട്സ് വെച്ച് പഠിക്കും. പിന്നെ ടീച്ചർ ക്ലാസ്സിൽ തന്നെ പറയുന്ന കാര്യങ്ങൾ കേട്ട് പഠിക്കാറാണ് അധികം. എനിക്ക് അങ്ങനെയാണ് ഒന്ന് തലക്ക് കയറുന്നത്. മറ്റച്ചാക്ക് പഠിക്കുമ്പോൾ എനിക്ക് അത്ര ശരിയായിട്ട് തോന്നുന്നില്ല. പിന്നെ അതേപോലെ ബയോളജി പഠിക്കുകയെന്ന് വെച്ചാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ 2-3 ഭാഗങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ടാവും. അപ്പോൾ അതെല്ലാം ഒരു ബോക്സ് എല്ലാം ആക്കിയിട്ട് നമ്മൾ പഠിച്ചെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഓരോ ടേബിളായിട്ട് പഠിച്ചെങ്കിൽ ഇപ്പോൾ നമുക്ക് ആനിമൽ കിങ്ഡത്തിൽ നമുക്ക് ഇപ്പോൾ ഇത് പഠിക്കാനുണ്ടാവുമല്ലോ, 5 കിങ്ഡംസിൻ്റെ പേരെല്ലാം പഠിക്കാനുണ്ടാവും. പിന്നെ അതിൽ പെടുന്ന ജീവികൾ, അപ്പോൾ അതെല്ലാം നമുക്ക് പഠിക്കാനുണ്ട് സുവോളജിയിലെ ആനിമൽ കിങ്ഡത്തിലെല്ലാം. അപ്പോൾ അതെല്ലാം നമ്മളൊരു ബോക്സാക്കി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. പിന്നെ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം ഡയഗ്രാംസ് എല്ലാം ആക്കി പഠിക്കുന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഞാൻ അധികം അങ്ങനെയാണ് പഠിക്കൽ. പിന്നെ നമുക്ക് ഫിഗേഴ്സ് എല്ലാം ഉണ്ടാവും. അപ്പോൾ ആ ഫിഗേഴ്സ് എല്ലാം അധികം വരച്ച് തന്നെ പഠിക്കുക. അപ്പോൾ നമ്മൾ ക്ലാസ് കാണുന്ന സമയത്ത് തന്നെ ടീച്ചറും ആ ഫിഗേഴ്സ് എല്ലാം നമുക്ക് വരച്ച് തരുന്നുണ്ടാവും. ആ സമയത്ത് തന്നെ ഞാനും വരച്ച് പോകാറുണ്ട്.
അങ്ങനെയാകുമ്പോൾ പിന്നെയും നമ്മുടെ തലയിൽ അത് നിൽക്കുന്നുണ്ട്. പിന്നെ അത് വരച്ച് നോക്കുമ്പോൾ നമുക്കത് കിട്ടും. അപ്പോൾ ഫിഗേഴ്സ് എല്ലാം വരച്ച് പഠിക്കുക, അങ്ങനെയെല്ലാം ഞാനധികം ചെയ്യൽ. ടെക്സ്റ്റ് ബുക്ക് മൊത്തത്തിൽ വായിക്കലല്ല. അപ്പം ഇങ്ങനെ ഡയഗ്രാംസ് അതേപോലെ ഇങ്ങനെ ഓരോ ബോക്സുകളെല്ലാം ആക്കിയിട്ട് പഠിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ നമുക്ക് ബയോളജിയിൽ തന്നെ വലിയ ചാപ്റ്റേഴ്സാണ്. ബോട്ടണിയിൽ പ്ലാന്റ് കിങ്ഡും അതേപോലെ സുവോളജിയിൽ ആനിമൽ കിങ്ഡും. അപ്പം ആ ചാപ്റ്ററെല്ലാം അധികം നമുക്ക് അങ്ങനെ പഠിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അങ്ങനെ പഠിക്കാനാണ് കുറച്ചും കൂടി നല്ലത്. അങ്ങനെയാണ് ഞാൻ പഠിക്കൽ. പിന്നെന്താ ബയോളജിയിൽ പിന്നെ മെയിനായിട്ടുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇപ്പോൾ നമുക്ക് കുറച്ച് മെയിനായിട്ടുള്ള പോയിൻറ്റ്സ് എല്ലാം അതെല്ലാം നമ്മൾ നോട്ട്സിൽ എഴുതിയിട്ട് വെക്കാം. അപ്പം അത് പിന്നെ നമ്മൾ ബൈ ഹാർട്ട് പഠിക്കുന്നതിനായിട്ടും ഇപ്പോൾ എന്താ 10th ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് വന്ന കുട്ടികൾക്കൊക്കെ പിന്നെയും നമുക്ക് ആ ഒരു ഇംഗ്ലീഷ് ടേമിൽ തന്നെ അത് എഴുതാൻ പറ്റും. പക്ഷേ 10th വരെ മലയാളം മീഡിയം പഠിച്ചവർക്ക് പ്ലസ് വൺ എത്തിയിട്ടാകുമ്പോൾ പെട്ടെന്ന് എല്ലാം ഇംഗ്ലീഷിൽ എഴുതാനൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് കിട്ടുന്നുണ്ടായില്ല. അനക്കും അങ്ങനെ തന്നെയാണ്. ഞാനും 10th വരെ മലയാളം മീഡിയമാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അനക്കും വേഗം കിട്ടാറില്ല ഇങ്ങനെ എഴുതാൻ. അപ്പോൾ അനക്കെല്ലാം അങ്ങനെയുള്ള ഓരോ പോയിൻറ്റ്സ് എല്ലാം കുഞ്ഞു പോയിൻറ്റ്സ് എല്ലാം ബൈ ഹാർട്ട് തന്നെ പഠിക്കേണ്ടി വരുന്നത്. അപ്പം ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പഠിച്ചവർക്കും ഇംഗ്ലീഷ് കുറച്ചുകൂടി നന്നായിട്ട് അറിയുന്നവർക്കും നന്നായിട്ട് എഴുതാൻ പറ്റും. മനസ്സിലാക്കി ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കിയാൽ മതി. പിന്നെ പോയിട്ട് ഈ ഓരോ പോയിൻറ്റ്സും ബൈ ഹാർട്ട് പഠിക്കേണ്ടതില്ല. അപ്പോൾ നമുക്ക് ചിലതെല്ലാം അങ്ങനെ ബൈ ഹാർട്ട് പഠിക്കേണ്ടി വരാറുണ്ട്. അല്ലാത്തതെല്ലാം ഞാൻ അധികം ഇങ്ങനെ ബോക്സ് ആക്കിയിട്ടും ഡയഗ്രാംസ് ആക്കിയിട്ടാണ് ഞാൻ പഠിക്കൽ. പിന്നെ ഫിഗേഴ്സ് എല്ലാം വരച്ചിട്ടാണ് പഠിക്കൽ. അതേപോലെ പിന്നെ നമുക്കുള്ള ഒരു ചാപ്റ്റർ, നമുക്ക് ഹേർട്ടിൻ്റെ ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ടല്ലോ. ആ ചാപ്റ്ററിൻ്റെ പേര് ഞാൻ ഓർമ്മില്ല. അപ്പോൾ ആ ചാപ്റ്ററിലും നമുക്ക് ഹേർട്ടിൻ്റെ ഓരോ ഭാഗങ്ങളും പിന്നെ അതിൻ്റെ ഓരോ ഫങ്ഷൻസ് എല്ലാം നമുക്ക് പഠിക്കാനുണ്ട് ആ ഒരു ഹേർട്ടിൻ്റെ ചാപ്റ്ററിൽ. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ബോക്സ് ആക്കി പഠിക്കുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും, നമുക്ക് വേഗം മനസ്സിലാവും. അപ്പോൾ അങ്ങനെയല്ലാണ് ബയോളജി പഠിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.